അപ്പോൾ നമ്മൾ IMFൻ്റെ അച്ചീവ്മെൻറ്റ്സ് നോക്കി. ഇനി IMF ഫേസ് ചെയ്ത കുറേ ക്രിറ്റിസിസംസ് ഉണ്ട്, നമുക്കതൊക്കെ നോക്കാം. അതിലത്തെ വെരി ഫസ്റ്റ് വണ്ണാണ് കണ്ടീഷണൽ ഫണ്ട്, കണ്ടീഷണാലിറ്റീസ്. IMF has developed some conditionalities which are required to be fulfilled by borrowing countries. IMFൽ കിട്ടുന്ന ഫണ്ട് അത് എന്ത് പേർപ്പസിനാണോ ഫണ്ട് എടുത്തത് ആ പേർപ്പസിന് അല്ലെങ്കിൽ IMF പറയുന്ന ആ പേർപ്പസിന് വേണ്ടി മാത്രം ഫണ്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് കണ്ടീഷണാലിറ്റീസ്. അപ്പോൾ അതായത് 1970s മുൻപായിട്ട്, പ്രയർ ടു 1970s അത് IMF സ്ട്രെസ് ചെയ്തത് ഓൺ എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഒന്ന് മിനിമൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയായിരുന്നു? ഫോർ മീറ്റിംഗ് ഡിസിക്വിലിബ്രിയം ഇൻ BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡിസിക്വിലിബ്രിയം മീറ്റ് ചെയ്യാനായിട്ട് എക്സ്പെൻഡിച്ചറൊക്കെ ഒന്ന് താഴെ കൊണ്ടുവരാം എന്നൊരു സംഭവം പോയിന്റ് സ്ട്രെസ് ചെയ്തു. ഇത് ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് ബോറോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷൻ വെച്ചു. അത് പ്രയർ ടു 1970s. ഇനി 1970s കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തു. അതായത് BOP മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇമ്പോസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഇനി ആഫ്റ്റർ 1970s ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആ ഗൈഡ് ലൈൻസ് വേണം ഫണ്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അതിനുശേഷം IMF ഒരു ഹാർഡ് കണ്ടീഷൻസ് കൊണ്ടുവന്നു. അതായത് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ലിബറലൈസ്ഡ് ആക്കണമെന്നായിരുന്നു ഹാർഡ് കണ്ടീഷൻസിലൊന്ന്. 1991 IMFന് ലോണ് വേണമെങ്കിൽ ഈ പറയുന്ന 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ലോണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് ഓൾ ദ സബ്സിഡീസ് ടു എക്സ്പോർട്ടേഴ്സിന് ഓരോ കൺട്രിയും സബ്സിഡീസ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആ സബ്സിഡീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് കണ്ടീഷൻസ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ലെൻഡേഴ്സ്. ഓരോ കൺട്രിയും ലെൻഡേഴ്സ് ഇല്ലേ, ഓരോ കൺട്രിക്കും ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ലെൻഡേഴ്സ് ഉണ്ടായിരിക്കും. ആ ലെൻഡേഴ്സിന് തമ്മിലൊരു എല്ലാവരെയും ഈക്വൽ ട്രീറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ. 1991 IMF ലോണിന് വേണ്ടിയിട്ട് വെച്ച 2 കണ്ടീഷൻസ്. ഒന്ന്, എലിമിനേറ്റ് ഓൾ സബ്സിഡീസ് ടു എക്സ്പോർട്ടേഴ്സ്. സെക്കൻഡ്, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ലെൻഡേഴ്സ്. സെക്കൻഡാണ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. The IMF charges high interest rates on loans of different types. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസിന് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. 3 to 5% ആണ് അവിടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അത് ഈ ബോറോയിങ് കൺട്രീസിനെ സംബന്ധിച്ച് അത് ഹൈ ബർഡൻ ആണ്, ഗ്രേറ്റ് ബർഡൻ ഓൺ ദ ബോറോയിങ് കൺട്രീസ്. അതുകൊണ്ട് തന്നെ ഈ പോർ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു സർവീസ് ദ ഡെറ്റ്. അതായത് ഡെറ്റ് സർവീസ് ചാർജ് മൂലം ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിന് ഹ്യൂജ് ബർഡനാണ്. ഫിക്സേഷൻ ഓഫ് അൺസയൻറ്റിഫിക് ക്വാട്ടാസ്. ഇറ്റ് ഈസ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് the quotas of the various member countries have not been fixed on any scientific basis. മെമ്പർ കൺട്രീസിന് ഓരോ ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ബേസിസിലായിരിക്കും അവർക്ക് ഫണ്ടൊക്കെ ലെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ക്വാർട്ടേഴ്സ് ഫിക്സ് ചെയ്യുന്നത്, അതായത് ഒരു സയൻറ്റിഫിക് ബേസിസ് ഇല്ലാതാണ് ഈ ക്വാർട്ടേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇവരുടെ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള USA, UK എന്നീ ഈ കൺട്രീസിൻ്റെ ഒക്കെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓരോ കൺട്രീസിൻ്റെയും ക്വാർട്ടേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ്. IMF എപ്പോഴും ഡെവലപ്ഡ് കൺട്രീസിനാണ് ഫേവർ ചെയ്യുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ബാർഗെയിനിങ് പവർ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ലെസ്. ഇറ്റ് ഈസ് therefore characterized ആസ് റിച്ച് കൺട്രീസ് ക്ലബ്. ഓൾദോ നമുക്കറിയാം മെജോറിറ്റി ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഈ ഡെവലപ്പിംഗ് കൺട്രീസ് മെജോറിറ്റി
ഹെൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന IMFന് റിച്ച് കൺട്രീസിൻ്റെ സപ്പോർട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ റിച്ച് കൺട്രീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇവരുടെ മേക്കിംഗ് അപ്പ് ദ പോളിസീസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഈ പറയുന്ന റിച്ച് കൺട്രീസ് അണ്ടർ ഡെവലപ്ഡും ഡെവലപ്പിംഗ് കൺട്രീസിനും വേണ്ടിയുള്ള പോളിസീസിൽ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ്, ഫെയിലിയർ ടു മെയിൻറ്റെയിൻ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. IMFൻ്റെ ഒരു മേജർ ഒബ്ജക്റ്റീവ് ആയിരുന്നു എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 1971 മുൻപ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ IMF ഓരോ കൺട്രിക്കും എക്സ്ചേഞ്ച് റേറ്റ് ബേസ്ഡ് ഓൺ ഗോൾഡ് അല്ലെങ്കിൽ ഡോളറിലായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. ഈ പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്ലക്ച്വേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഞാൻ പറഞ്ഞത് ±1% മാത്രമേ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പാടുള്ളൂ, പെർമിറ്റ് ചെയ്തിരുന്നുള്ളൂ. അതായത് 1% ഇൻക്രീസോ 1% ഡിക്രീസോ, അതാണ് ±1%. ആ ഒരു റേഞ്ചിൽ മാത്രമേ ഒഫീഷ്യൽ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് പെർമിറ്റ് ചെയ്തിരുന്നുള്ളൂ IMF. ബട്ട് ആഫ്റ്റർ ദ കൊളാപ്സ് ഓഫ് ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റത്തിൻ്റെ കൊളാപ്സിന് ശേഷം ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്ന സംഭവം മാറ്റിയിട്ട് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറി. അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറ്റിയപ്പോൾ IMFൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിരുന്ന എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി അത് തന്നെ ഫെയിലായി. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോ സൊല്യൂഷൻ ഫോർ ദ ലിക്വിഡിറ്റി പ്രോബ്ലം. IMFൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിരുന്നു ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി മെമ്പേഴ്സിനെ ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. പക്ഷേ അവിടെ IMF ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിസോഴ്സസ് ആയിരുന്നു. IMF found it difficult to meet the foreign exchange requirements of its members because of its limited resources. അപ്പോൾ ആക്ച്വൽ പ്രാക്ടീസിൽ ഇവരുടെ ഒബ്ജക്റ്റീവ് തന്നെ ഇവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് അടുത്ത പോയിന്റ്, നോ സൊല്യൂഷൻ ഫോർ ദ ലിക്വിഡിറ്റി പ്രോബ്ലം. അടുത്ത പോയിന്റാണ് സെക്കൻഡറി റോൾ. G7 കൺട്രീസും ആൻഡ് യൂറോ കറൻസി മാർക്കറ്റിൽ ആ സമയത്ത് സ്വാപ്പ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ സ്വാപ്പ് അറേഞ്ച്മെൻറ്റിലൂടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിരുന്നു. പക്ഷേ IMF ഈ ഒരു സ്വാപ്പ് അറേഞ്ച്മെൻറ്റ് അലൗ ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ സ്വാപ്പ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും, ഷോർട്ട് ടേം നീഡ്സ് ഓഫ് മണി. Therefore, the fund has been playing only a secondary role rather than the central role in international monetary relations. മണി എന്ന സംഭവം, ഫണ്ട് എന്ന സംഭവം ഇവിടെ സെക്കൻഡറി ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നത്, അല്ലാണ്ട് സെൻട്രൽ റോൾസ് എല്ലായിരുന്നു അവിടെ പെർഫോം ചെയ്തിരുന്നത് മണി അല്ലെങ്കിൽ ഫണ്ട്. It does not provide facilities for short-term credit arrangement. ഷോർട്ട്-ടേം ഒരു ഡിമാൻഡ്, ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ്സും IMFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. നോ എലിമിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ്സ്. ആദ്യം മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസിന് ഡിഫറെൻറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ നമ്മുടെ IMFൻ്റെ ഒരു പ്രൈമറി അല്ലെങ്കിൽ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആയിരുന്നു എലിമിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ്. പക്ഷേ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് IMFന് സാധിച്ചില്ല എന്നാണ് ശരിക്കും പറയാനുള്ളത്. കാരണം ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓഗസ്റ്റ് 1971 ഫ്രാൻസ് 2 ടയർ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് അഡോപ്റ്റ് ചെയ്തു. അതിൽ ഫ്രാൻസ് ഒരു മിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. അതിൽ 2 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒന്ന് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷനും വേറൊന്ന് ട്രേഡ് ട്രാൻസാക്ഷനും. ട്രേഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ, ജെന്യുവൻ ട്രേഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും, സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫ്രീലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു. അതായത് മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന ഒബ്ജക്റ്റീവ്, മൾട്ടിപ്പിൾ
ഫേവറബിൾ എക്സ്ചേഞ്ച് റേറ്റ് എലിമിനേറ്റ് ചെയ്യണമെന്നായിരുന്നു IMFൻ്റെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിലും IMFൻ്റെ ഒരു മെമ്പറായ ഫ്രാൻസ് 2-tier സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് അഡോപ്റ്റ് ചെയ്തിരുന്നു. അതിനൊരു ഫെയിലറാണ്. No provision for automatic revaluation of currency. One of the defects of the fund is that there is no provision in it for the automatic appreciation or revaluation of a country's currency. അതായത് ഒരു കൺട്രിയുടെ കറൻസി അതിന് ഓട്ടോമാറ്റിക് അപ്രീസിയേഷനോ അല്ലെങ്കിൽ റീവാലുവേഷനോ ഉള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല, IMFിലില്ല. ഇപ്പോൾ അഥവാ എപ്പോഴാണ് ഇതിന് ഓട്ടോമാറ്റിക് അപ്രീസിയേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ ഉണ്ടാവുക? ആ ഒരു കൺട്രി ഫേവറബിൾ BOP ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കണ്ടിന്യൂസ്ലി എൻജോയ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ USA, ജർമ്മനി, ജപ്പാൻ, ഈ കൺട്രീസിനൊക്കെ കണ്ടിന്യൂസ്ലി ഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എൻജോയ് ചെയ്യുന്ന കൺട്രീസാണ്. അപ്പോൾ ഇതുപോലെ ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എൻജോയ് ചെയ്യുന്ന കൺട്രീസിന് ഓട്ടോമാറ്റിക് അപ്രീസിയേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ ഓഫ് ഇറ്റ്സ് മണി, ആ ഒരു ഓപ്ഷൻ, അങ്ങനത്തെ ഒരു പ്രൊവിഷൻ IMF വെച്ചിട്ടില്ല. ഇനി അടുത്ത പോയിൻ്റാണ് ഫ്രീ കൺവേർട്ടബിലിറ്റി ഓഫ് കറൻസീസ് നോട്ട് അറ്റൈൻഡ്. IMFൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു ഫ്രീ കൺവേർട്ടബിലിറ്റി ഓഫ് കറൻസീസ് എന്നൊരു സിസ്റ്റം കൊണ്ടുവരാൻ എന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് ഇതിന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. Except the US dollar, no other currency is freely convertible into any other currency. ഇനി അടുത്ത പോയിൻ്റാണ് പ്രൊവിഷൻ ഓഫ് inadequate resources to developing countries. The developing countries need adequate financial resources from IMF for 2 purposes. IMFിൽ നിന്ന് 2 purposes വേണ്ടിയിട്ടാണ് ഡെവലപ്പിംഗ് കൺട്രീസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തേത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അടുത്തത് റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റിന് വേണ്ടിയിട്ടും. ബട്ട് ഫോർ ബോത്ത് പേർപ്പസ് ഈ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും ഇന്നാഡിക്വേറ്റ് ആണ്. അതായത് അവർക്ക് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അവരവിടെ ഫേസ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ലാക്ക് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള പോയിൻ്റാണ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അക്കൗണ്ടബിൾ ഫോർ ഫങ്ഷനിങ് ഓഫ് IMF. ബട്ട് അക്കൗണ്ടബിലിറ്റി ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ് IMFന്. ഒന്നാമത്തെ കാര്യം, ഡെവലപ്പിംഗ് കൺട്രീസ് ഹാവ് നോ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ. അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് അനുസരിച്ചിട്ട് അവരുടെ നമ്പർ ഓഫ് കോട്ടാസും വോട്ടിംഗ് റൈറ്റും ഒക്കെ കൂടണം. പക്ഷേ ഈ ഡെവലപ്പിംഗ് കൺട്രീസാണ് IMFിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്, പക്ഷെ അവരുടെ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഇല്ല. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഹൈ വോട്ടിംഗ് പവേഴ്സ് ആർക്കുണ്ട്? റിച്ച് കൺട്രീസ് ഉണ്ട്. അതായിരുന്നു അടുത്തൊരു IMFൻ്റെ അക്കൗണ്ടബിലിറ്റിയുടെ ഒരു ചോദ്യം എന്നത്. ഫൈനൽ പോയിൻ്റാണ് ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ്. IMF നമ്മുടെ ട്രേഡ് ലിബറലൈസ്ഡ് ആക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ട്രേഡ് അങ്ങനെ ആക്കിയപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. Therefore, it hampered the growth of the world trade.